ഗൈസ്, വെൽക്കം ബാക്ക് ടു അബി റിവീൽസ്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോണത് ഞാൻ ലൈഫിൽ തന്നെ കണ്ട വൺ ഓഫ് ദ മോസ്റ്റ് ഹൊറിഫൈങ്, മോസ്റ്റ് ക്രീപ്പിയസ്റ്റ്, ഡിസ്റ്റർബിംഗ് ആൻഡ് വിയർഡ് ആയ ഒരു ഹൊറർ സിനിമയെ പറ്റിയാണ്. ആൻഡ് ദാറ്റ് മൂവി ഈസ് ഒബ്സഷൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തിയേറ്ററിൽ ഈ സിനിമ കണ്ട് ഇറങ്ങിയപ്പോൾ ഒരു വളരെ അൺഈസി ആയ ഒരു ഫീലിംഗ് ആയിരുന്നു. പേടിപ്പിക്കുകയും ചെയ്തു, അതേപോലെ തന്നെ മെന്റലി ഡിസ്റ്റർബ് ആവുകയും ചെയ്ത ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് പടം കണ്ടപ്പോൾ കിട്ടിയത്. അതേപോലെ തന്നെ ഞെട്ടിച്ച വേറൊരു കാര്യമാണ്, ഈ സിനിമ ഡയറക്റ്റ് ചെയ്തത് 26 വയസ്സുള്ള ഒരു കറി ബേക്കർ എന്ന ഡയറക്ടറാണ്. 26 വയസ്സുള്ളൂ. ഈ പടത്തിന്റെ ക്വാളിറ്റി, മേക്കിംഗ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല ഇത് 26 വയസ്സുള്ള പയ്യൻ ചെയ്ത് ഡയറക്റ്റ് ചെയ്തൊരു സിനിമയാണെന്ന്. അമ്മാതിരി ലെവലിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 1.25 മണിക്കൂറാണ് സിനിമയുടെ റൺ ടൈം. ആ ഒരു 1.25 മണിക്കൂർ നമ്മൾ ടെൻഷൻ അടിച്ച് സിനിമ ഇവിടെ ഇരുത്തും. ഇതൊരു ടിപ്പിക്കൽ ജംപ് സ്കെയർ പടമൊന്നുമല്ല. സൈക്കോളജിക്കൽ ഹൊററും അതേപോലെ തന്നെ ഡിസ്റ്റർബിംഗ് ആയ റിലേഷൻഷിപ്പ് ഡ്രാമയും മിക്സ് ചെയ്തൊരു ഇന്നോവേറ്റീവ് സ്റ്റോറി ടെല്ലിംഗ് ഉള്ളൊരു സിനിമ തന്നെയാണത്. ഒരു വിഷ്. അതിനുശേഷം രണ്ടുപേരുടെ ലൈഫിലുണ്ടാകുന്ന ടെറിഫൈങ് ആയ ഇൻസിഡൻസ് ആണ്. അതാണ് ഈ സിനിമയുടെ ഒരു ബേസിക് പ്ലോട്ട്. പക്ഷെ അത് നറേറ്റ് ചെയ്ത രീതി ഭയങ്കര ഇന്നോവേറ്റീവ്, ഒരു റീഇൻവെൻഷൻ ഓഫ് ഹൊറർ എന്ന് തന്നെ പറയാൻ പറ്റും. സ്ക്രീൻ പ്ലേ ഒരു 10-15 മിനിറ്റുള്ളിൽ തന്നെ നമ്മളെ ആ ഒരു ഡാർക്ക് വേൾഡിലോട്ട് ഇമേഴ്സ് ചെയ്യും. അതിനുശേഷം സീൻ ബൈ സീൻ ടെൻഷൻ ബിൽഡ് ചെയ്താണ് ഈ പടത്തിന്റെ കഥ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇനി പെർഫോമൻസിലോട്ട് വരുവാണെങ്കിൽ, ഇൻഡെ നവരറ്റെ, ഈ ഒരു ആക്ട്രസ് ഓസ്കാർ ലെവൽ പെർഫോമൻസ് ആണ് ചെയ്തിരിക്കുന്നത്. ഓസ്കാർ ലെവൽ പെർഫോമൻസ്. അത് നീ കാണുമ്പോൾ നിനക്ക് മനസ്സിലാവും. അമ്മാതിരി അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് എഫേർട്ട് ഇട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആ ഒരു ആക്ട്രസിന്റെ പെർഫോമൻസ് ഏതെങ്കിലും ഒരു നിമിഷത്തിൽ കൈവിട്ട് പോയായിരുന്നെങ്കിൽ, ഓവറായി പോയി അല്ലെങ്കിൽ കുറഞ്ഞു പോയെങ്കിൽ പടം എവിടെയെങ്കിലും കൊളാപ്സ് ആവും. പക്ഷെ ആ ഒരു ആക്ട്രസ് ആ ഒരു ക്യാരക്ടറിനെ മെയിൻറ്റെയിൻ ചെയ്ത രീതി, ഹാറ്റ്സ് ഓഫ് എന്ന് തന്നെ പറയാം. അമ്മാതിരി ലെവലിലാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. അതിനുശേഷം മൈക്കൽ ജോൺസ്റ്റൺ ആ ഒരു ഹെൽപ്ലെസ് ബോയ്ഫ്രണ്ടിന്റെ ക്യാരക്ടർ ഭയങ്കര ബിലീവബിളായി ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവരൊക്കെ സപ്പോർട്ട് ചെയ്ത് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിൽ കണ്ടൊരു കാര്യം, ഈ സിനിമയുടെ ഒരു 36 സെക്കൻഡ് CBFC-ക്കാർ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഇതിന്റെ ഒരു ഗ്രാഫിക് സെക്ഷൽ സീക്വൻസും ഉണ്ട്. അതേപോലെ ക്ലൈമാക്സിൽ ഒരു വയലന്റ് ആയ ഒരു സീക്വൻസ് ഉണ്ട്. അത് മനസ്സിൽ വെക്കുക. ആൻഡ് ഒബ്സഷൻ ഇസ് നോട്ട് ഫോർ ദ ഫെയിന്റ് ഹാർട്ടഡ് പീപ്പിൾ. എക്സ്ട്രീംലി ഡിസ്റ്റർബിംഗ് ആയ കണ്ടന്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ കുറച്ച് കെയർഫുൾ ആയി പോവുക. ബിക്കോസ് ദിസ് മൂവി ഇസ് നോട്ട് ടു മേക്ക് യു കംഫർട്ടബിൾ. ഭയങ്കര ഒരു അൺകംഫർട്ടബിൾ എക്സ്പീരിയൻസ് തന്നെയാണ് സിനിമ നിങ്ങൾക്ക് തരുന്നത്.